ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. നീ വൈകിട്ട് ഇറങ്ങും. ഓക്കേടാ. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ. ഓ മോനെ, ആ മോനെന്താ ഒന്ന് വിളിച്ചു പോലും പറയാ വന്നേ? ആ പെട്ടെന്ന് നീ പോന്നപ്പാ. ആ അപ്പയ്ക്ക് സുഖല്ലേ? സുഖാ മോനെ. അല്ല, നീ വന്ന എന്താടോ ഒന്ന് വിളിച്ചു പറയാൻ ഞാൻ? കുറെ കാലമായിട്ട് നിങ്ങളാരും ഒന്നും അങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ. അത് പിന്നെ അല്ല, ജസീമോളോടെ? അവരെവിടെ ഇല്ല. അവരെവിടെ പോയി? എവിടെ പോയിന്ന് ചോദിച്ചാ അവൾ വീട്ടിൽ പോയി മോനെ. വീട്ടിലുണ്ടെന്ന് പറയാൻ നിങ്ങൾ കണ്ടോ? പിന്നെ അവള് നാട് വിട്ടു പോയോ? അമ്മ, നിങ്ങൾ രണ്ടാളും കിടന്ന് നാടകം കളിക്കാതെ എന്റെ ഭാര്യ മോൾ ഇവിടെ ഉണ്ടെന്ന് പറയും. എടാ, അവള് ഞങ്ങളോട് പറയാതെ ഇറങ്ങിപ്പോയതാ. മാസം 1 ആയി. അമ്മ എന്ത് വർത്തമാനായി പറയുന്നത്? എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞോ? അവള് നിന്നെ വിളിക്കാറില്ലേ? എന്നെ വിളിച്ചെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുമോ? എടാ കുഞ്ഞേ, നിന്റെ തള്ളയുടെ നാക്കുകൊണ്ടായി ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. ദേ മനുഷ്യ, എന്റെ കുറ്റവും പറഞ്ഞു വന്നാലുണ്ടല്ലോ. പറയൂടി, ഉള്ള കാര്യം ഞാൻ പറയും. ദേ, മകനെ കണ്ടോട്ട് എന്നോട് കൂടുതൽ ചാടണ്ട. രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. അന്യരാജ്യത്ത് പോയി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എനിക്ക് ഈ വീട്ടിൽ വന്നിട്ട് ഒരല്പം മനസമാധാനം അതിവിടെ കിട്ടത്തില്ലേ? മനസമാധാനം കിട്ടണമെങ്കിലേ നല്ല കുടുംബത്തിന്ന് പെണ്ണ് കിട്ടണമായിരുന്നു. ഓ, അത് മനസ്സിലായി. അമ്മ ആവശ്യപ്പെട്ട പൊന്നും പണവും അവൾ കൊണ്ടുവന്നില്ല. അതല്ല അമ്മയുടെ പ്രശ്നം. അതേടാ, അതിനുള്ള യോഗ്യത നിനക്കില്ലേ? ഈ മനുഷ്യനും ഞാനും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ നിലയിലാക്കിയതും. അതിനെന്താ, ഞാൻ നല്ലൊരു വീടുണ്ടാക്കി തന്നില്ലേ? പെങ്ങളെ കെട്ടിച്ചു. പിന്നെ ഒരു കുറവും ഞാൻ നിങ്ങൾക്ക് വരുത്തിയിട്ടില്ലല്ലോ. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? അത് മക്കളുടെ കടമേ. അമ്മയ്ക്ക് അതൊന്നും പോരാ. ജെസ്സിയുടെ സ്ത്രീധന കാശും അമ്മയ്ക്ക് കൊണ്ട് തരണം. അതാണ് കാര്യം. വേണ്ടടാ, 2 കൈയും വീശി വന്നോളെ ഞാൻ എടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കാം. ഇത്രയും സൗഭാഗ്യങ്ങൾ ദൈവം എനിക്ക് തന്നപ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണിന് ജീവിതം കൊടുത്തു. അത് തെറ്റാണ്. നിന്റെ മുമ്പിൽ വെച്ച് അവള് പഞ്ചപാവാ. നീ ഇല്ലാത്തപ്പോ അവൾ ആരാന്ന് നിനക്ക് അറിയില്ല. അമ്മ, എന്റെ ശമ്പളം പോലും അവള് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചു തരുന്നത്. ഓ, അതിനുള്ള അർഹത അവൾക്കില്ല, അത്ര തന്നെ. എടീ, നീ കാണിക്കുന്ന ഈ ദുഷ്ടത്തരത്തിലുണ്ടല്ലോ, കർത്താവിനോട് നീ കണക്ക് പറയേണ്ടതായിട്ട് വരും. ദേ, ഇടക്കേറി പറയാൻ നിൽക്കണ്ടേ. അവൾ എന്തൊക്കെ അക്രമം കാണിച്ചിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് നിനക്കറിയാവോ? എന്നെ പിടിച്ച് മുറ്റത്തേക്ക് തള്ളിയിട്ട് ഞാൻ 1 മാസം ഈ വീട്ടിൽ കിടപ്പായിരുന്നു. അപ്പോൾ ഞാനില്ലെങ്കിൽ അവളുടെ സ്വഭാവം വളരെ മോശമാണല്ലേ? അത് കേൾക്കണം. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെയുണ്ടൊരു ഫോൺ വിളി. ഇവിടെ ആര് ഈ വിളിക്കുന്നേ? എന്തിനാടി തളിശാമേ? ഇത് മിണ്ടരുത്, മര്യാദയ്ക്ക് നിന്നോണം. ഞാൻ എൻ്റെ മോനോടാ സംസാരിക്കണേ. അല്ലെങ്കിലും നമ്മൾ ആരോട് സഹതാപം കാണിച്ചാലും ഒടുവിൽ അവർ നമ്മളെ വിഡ്ഢിയാക്കും. അതേടാ, അവള് ശരിയല്ല. അവൾ ഈ കുടുംബത്ത് വന്ന് കയറേണ്ടവളല്ല. അവസാനം സഹി കെട്ടപ്പോ ഞാൻ ആ ഫോൺ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. അത് സത്യ. എന്തായാലും ഞാൻ അവളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്റെ കുഞ്ഞിനെ ഓർക്കുമ്പോ. എടാ, കുളിച്ചേച്ച് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട. എടാ മോനെ, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നീ അവളെ പോയി കൂട്ടിക്കൊണ്ടു. ഞാൻ പോയിട്ട് വരാം. ഹലോ, ബൈജു, നീ എവിടെ എത്തി? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതൊക്കെ വന്നിട്ട് പറയാടാ. നീ ഒന്ന് വേഗം വന്നേ. ഓക്കെ. എന്താടാ നിനക്കൊരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, വീട്ടിലാകെ പ്രശ്നം. അവളും മോളും പോയിട്ട് 1 മാസമായി. വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. വേറെ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ വല്ല വിവരം കിട്ടോ? ഇന്നത്തെ കാലത്ത് വേറെ ആരോടും ചോദിക്കാനും പറ്റത്തില്ല. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഭാര്യയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്ത് പറയും? അതെ, ഇപ്പം എവിടെ ചെന്നാലും ഒളിച്ചോട്ടം അല്ലെങ്കിൽ ആത്മഹത്യ. അത്തരം വാർത്തകളാണ്. എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ പണമോ സൗന്ദര്യമോ നോക്കാതെ ഒരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇതിപ്പോൾ എൻ്റെ ജീവിതം ഇല്ലാതാവുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. നന്മ ചെയ്യണവന് രക്ഷയില്ലാത്ത കാലമാണ് ജോണി.
പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നെ എൻ്റെ വീട്ടുകാരെയും അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ എനിക്കെൻ്റെ മോളെ വേണം. അവളുടെ സുഖം മാത്രം തേടി പോയെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? നീ കാട് കയറി ചിന്തിച്ച് വിഷമിക്കണ്ട. അവളെ കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്താടാ വണ്ടി നിർത്തിയത്? എനിക്ക് വിശക്കാൻ തുടങ്ങി, വല്ലതും കഴിക്കണ്ടേ? അതിനൂടെ വേറെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. ദേ, ആ വഴിയരികിൽ നല്ല ബിരിയാണി കിട്ടും. 2 എണ്ണം വാങ്ങി നമുക്ക് കഴിക്കാം. നീയും കൂടി വാ. ആ, നീ പോയി വാങ്ങിട്ട് വാ. ആ, നീയും വാ. എടാ, എനിക്കൊരു മൂഡില്ല. എടാ, ഇത്ര നേരം വണ്ടി ഓടിച്ചു വന്നല്ലേ, പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീയും വാ, ഞാനില്ലേ കൂടെ. ഒക്കെ ശരിയാകൂടാ. 2 ബിരിയാണി. മമ്മി ഞാൻ കൊടുത്തോളാം. വേണ്ട മോളെ, മമ്മി കൊടുത്തോ. ഓ ആ, വാ. ജെസ്സി, മോളെ, പപ്പേ മോളെ. പപ്പ എപ്പോഴാ വന്നേ? പപ്പ രാവിലെ എത്തി മോളെ. ജെസ്സി, എന്താ ഇത്? നിനക്കെന്ത് പറ്റി മോളെ? ഏട്ടാ, ഞാൻ ഇതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുമ്പിലില്ലായിരുന്നു. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ കരുതി നീ എന്നെ ഉപേക്ഷിച്ച് മറ്റു സുഖം തേടിപ്പോയി കാണുമെന്ന്. എനിക്കൊരു ജീവിതം തന്ന ഏട്ടനോട് ഞാനങ്ങനെ ചെയ്യുന്ന ഏട്ടൻ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. പച്ചവെള്ളം പോലും തരാതെ ഒരു പട്ടിയെ പോലെ നിന്നെ അമ്മ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? എന്നിട്ടും നീ എന്നൊന്ന് വിളിച്ച് പറഞ്ഞില്ല മോളെ. അന്യനാട്ടിൽ കിടക്കുന്ന ഏട്ടൻ സങ്കടപ്പെടരുതെന്ന് കരുതിയ ഞാൻ എല്ലാം സഹിച്ചത്. ഇറങ്ങി പോടീന്ന് പറഞ്ഞ മമ്മീനെ അമ്മാമ്മ തല്ലി. പപ്പ ആണോ? പപ്പാനെ വിളിക്കുന്നു പറഞ്ഞപ്പം ഫോണ് എറിഞ്ഞു പൊട്ടിച്ചു. അനുഭവിച്ചാലൊന്നും എനിക്ക് വിഷമമില്ല. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ, അത് മതി. നീ എൻ്റെ ഭാര്യയാണ്. അമ്മയെ പേടിച്ച് കഴിയേണ്ട അവളല്ല നീ. ചിന്തിച്ചു നോക്കിയപ്പോ അമ്മയുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നി. എന്ത് ശരി? മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുമ്പോൾ അവർക്കും ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവില്ലേ? അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് ബന്ധങ്ങളൊക്കെ ഉണ്ടാവണമെന്നും അവർ സന്തോഷമായിട്ട് ജീവിച്ച് കാണണമെന്നൊക്കെ. നമ്മുടെ വീട്ടിൽ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത പാവപ്പെട്ടൊരു പെണ്ണിനെയല്ല അമ്മ മരുമകളായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും അമ്മയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഒഴിവാവേണ്ടത് ഞാൻ തന്നെയല്ലേ? ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാവും. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇല്ല, നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ദേ, ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിന്നെ മോളെ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുപോകും. നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഇനി നിന്റെ വരവ് ഒരു ഗൾഫുകാരിയായിട്ടായിരിക്കും. ഒന്നും എനിക്ക് വേണ്ട. എന്നും ഏട്ടൻ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എൻ്റെ ജീവിതത്തിൽ നീയും മോളും ഇല്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടാവില്ല.